ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ നിലവിലെ മോസ്റ്റ് പ്രിഫേർഡ് പേയ്മെൻറ്റ് മെത്തേഡ് UPI ആണ്. ഇപ്പോൾ നിങ്ങളുടെ കേസിലും സെയിം ആയിരിക്കും. നിങ്ങൾ കൂടുതലായിട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് UPI വഴിയായിരിക്കും. ഇപ്പോൾ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ 2026 ജനുവരിയിൽ ഏകദേശം 21.7 ബില്യൺ ട്രാൻസാക്ഷൻസ് ആണ് UPI വഴി നടന്നത്. ഇയർ ഓൺ ഇയർ നോക്കുന്ന സമയത്ത് വോളിയത്തിൽ 28% ഇൻക്രീസും വാല്യൂവിൽ 21% ഇൻക്രീസുമാണ് ഉണ്ടായിരിക്കുന്നത്. മുന്നോട്ട് പോകും തോറും ഈ ഒരു UPI ട്രാൻസാക്ഷൻ്റെ വോളിയവും അതുപോലെ തന്നെ വാല്യൂവും കൂടുന്നൊരു സ്ഥിതിയാണുള്ളത്. നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ക്രെഡിറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ആക്ച്വലി UPI ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ഫോൺ പേ ആണെങ്കിലും പേടിഎം ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും എങ്ങനെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്? അവർ നമ്മളെ പറ്റിക്കുകയാണോ? ഹിഡനായിട്ട് എന്തെങ്കിലും ചാർജും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും എടുക്കുന്നുണ്ടോ? ഇനി അവർക്ക് ഹിഡനായിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ് മോഡൽ ഉണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് UPI വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് UPI ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നത്, ഈ പേയ്മെൻറ്റ് ആപ്സ് ആയ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് ആണെങ്കിലും എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം UPI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. UPI എന്ന് പറയുന്നത് NPCIയുടെ ഒരു പ്രൊഡക്റ്റാണ്, അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI ബാക്ക് ചെയ്യുന്നത് RBIയും അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്സുമാണ്. അപ്പോൾ ഈ ഒരു NPCIയുടെ ഒരു പ്രൊഡക്റ്റാണ് UPI. നമ്മൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് UPI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു ബാങ്കിനെയും മറ്റൊരു ബാങ്കിനെയും നമ്മൾ UPI നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ പണം ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം, അതായത് ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. ഈ പ്ലാറ്റ്ഫോമുകൾ ഒരു ഇൻ്റർമീഡിയേറ്ററി പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ്, അതായത് അവിടെ ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നിങ്ങളൊരു UPI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പണം ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെയും പണം ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെയും നമ്മൾ രണ്ട് ബാങ്കുകളെയും നമ്മൾ UPI നെറ്റ്വർക്ക് വഴി ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം കണക്ട് ചെയ്യുന്നു. നമ്മൾ നടത്തുന്ന UPI ട്രാൻസാക്ഷൻ ഫ്രീ ആണ്. UPI ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മൾ ചാർജ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ ആരാണ് അവിടെ പേ ചെയ്യുന്നത്? UPI ട്രാൻസാക്ഷൻ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ P2P ട്രാൻസാക്ഷൻ, അതായത് പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലും ഫ്രീ ആണ്. പിന്നെ ചില ബാങ്കുകളിലൊക്കെ ഒരു മാസം P2P ട്രാൻസാക്ഷൻ ആണെങ്കിൽ 20 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 30 ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഓൾമോസ്റ്റ് മിക്ക ബാങ്കിലും P2P ട്രാൻസാക്ഷൻ ഫ്രീ ആണ്. ഇനി നമ്മൾ നടത്തുന്ന മർച്ചന്റ് ട്രാൻസാക്ഷൻ P2M ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് എല്ലാ ബാങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമ്മൾ UPI വഴി മർച്ചന്റ് UPI പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മർച്ചന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രത്യേകിച്ച് അവിടെ ഫൈനാൻഷ്യൽ ബർഡനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് കൃത്യമായിട്ട് ആ സെയിം എമൗണ്ട് തന്നെ അപ്പോൾ തന്നെ അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നു. MDR കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ നോർമൽ UPI പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. അതുകൊണ്ടാണ് മർച്ചൻസ് വൈഡായിട്ട് UPI പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ UPI പേയ്മെൻറ്റിന് MDRും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്ക കടകളും ഈ പറഞ്ഞ രീതിയിൽ UPI പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് പഴയ രീതിയിൽ ക്യാഷ് മോഡിലേക്ക് പോകുമായിരുന്നു. നോർമൽ UPI പേയ്മെൻറ്റിന് MDRോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണിപ്പോൾ UPI പേയ്മെൻറ്റിൻ്റെ വൈഡർ അഡാപ്റ്റേഷനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. സോ നോർമൽ UPI പേയ്മെൻറ്റ് നമ്മൾ സാധാരണ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നടത്തുന്ന പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ് ആണെങ്കിലും പേഴ്സൺ ടു മർച്ചൻറ്റ് പേയ്മെൻറ്റ് ആണെങ്കിലും അതുവഴി ഈ പറഞ്ഞ പേയ്മെൻറ്റ് ആപ്പുകൾ ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും ഒന്നും അതിൽ നിന്നും വരുമാനം ജനറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വരുമാനം ഉണ്ടാക്കുന്നത്? പല വഴികളിലൂടെയാണ് ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഒന്നാമത്തേത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് കമ്മീഷൻ. ഇതാണ് അവരുടെ ബിഗ്ഗസ്റ്റ് റവന്യൂ എന്ന് പറയുന്നത്. ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും നമുക്ക് പല തരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ആപ്പിനുള്ളിൽ കാണുവാനായിട്ട് സാധിക്കും. ജസ്റ്റ് UPI പേയ്മെൻറ്റ് ആപ്പുകൾ മാത്രമല്ല, അതിൽ നമുക്ക് പേഴ്സണൽ ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ കാണും, അതുപോലെ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും, അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ്, ബൈ നോ പേ ലെറ്റർ, പിന്നെ മ്യൂച്വൽ ഫണ്ട്, അങ്ങനെയുള്ള പല പല ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതുവഴിയൊക്കെ അവർ കമ്മീഷൻ വഴി വരുമാനം ഉണ്ടാക്കുന്നു. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്തേക്ക് അവർക്ക് അതിൽ നിന്നും കമ്മീഷൻ ലഭിക്കുന്നു. സോ അങ്ങനെയുള്ള കമ്മീഷൻ ഇൻകമാണ് അവരുടെ ഒരു മെജോറിറ്റി ഒരു വരുമാന സോഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വഴി നമ്മൾ 1 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിന് 2000 രൂപ മുതൽ 3000 രൂപ വരെ കമ്മീഷൻ ലഭിക്കുന്നു. ഇങ്ങനെയുള്ള വരുമാനത്തെ ഡിസ്ട്രിബ്യൂഷൻ ഇൻകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻകമാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം. ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ വീൽ സ്പിൻ ചെയ്യുന്ന സമയത്ത് പല ബ്രാൻഡുകളുടെയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അത് ആക്ച്വലി ആ ബ്രാൻഡുമായുള്ള കൊളാബറേഷൻ ആയിരിക്കും. അതിൽ നിന്നും അവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകും. രണ്ടാമത്തെ ഒരു വരുമാന മാർഗ്ഗമാണ് ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള UPI പേയ്മെൻറ്റ്. ഇപ്പോൾ നോർമൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ MDR ആപ്ലിക്കബിൾ ആണ്. നമ്മൾ പേ ചെയ്യുന്ന സെയിം എമൗണ്ട് മർച്ചൻറ്റിന് കിട്ടുന്നില്ല, അതിൽ നിന്നും ചാർജും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും മർച്ചൻറ്റിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് പല മർച്ചൻസും ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള UPI പേയ്മെൻറ്റ് ഓഫാക്കി ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ചാർജിൽ നിന്നും ഒരു വിഹിതം ബാങ്ക് ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതും ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പല പ്ലാറ്റ്ഫോമുകളിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള UPI പേയ്മെൻറ്റ്, മർച്ചൻറ്റ് UPI പേയ്മെൻറ്റ് അവർ കൂടുതലായിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകുന്നത്. കാരണം അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മർച്ചൻറ്റ് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്. മറ്റൊരു വരുമാന മാർഗ്ഗമാണ് ബിൽ പേയ്മെൻറ്റ്സ് ആൻഡ് റീചാർജ്. നമുക്കറിയാം ഗൂഗിൾ പേയിലും പല പ്ലാറ്റ്ഫോമുകളിലും റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ കൺവീനിയൻസ് ഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ ചെറിയ എമൗണ്ട് ആയിരിക്കാം, ₹1 ₹2 ആയിരിക്കും ഓരോ റീചാർജിലും ബിൽ പേയ്മെൻറ്റിനൊക്കെ അവർ കൺവീനിയൻസ് ഫീസായിട്ട് എടുക്കുന്നത്. പക്ഷേ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ നോക്കുന്ന സമയത്ത് അത് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. സോ ഈ രീതിയിലും അവർ വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ മറ്റൊരു വരുമാന മാർഗ്ഗമാണ് മെർച്ചൻറ്റ് സർവീസസ് എന്ന് പറയുന്നത്. മർച്ചൻസിന് വേണ്ടിയുള്ള സൗണ്ട് ബോക്സ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേ, പിന്നെ ബിസിനസ് ഡാഷ്ബോർഡ്, പിന്നെ QR കോഡ് സിസ്റ്റം, അങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളും ഫോൺ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിലും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ അവർ വരുമാനം ഉണ്ടാക്കുന്നു. പല വരുമാന മാർഗ്ഗമാണുള്ളത്. ഇപ്പോൾ സൗണ്ട് ബോക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റെൻ്റൽ ഫീസ്, പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സർവീസ് ചാർജ്, ഇങ്ങനെ പല മാർഗ്ഗങ്ങളിലൂടെ ഇപ്പോൾ മർച്ചൻസിന് സൊല്യൂഷൻസ് നൽകിക്കൊണ്ട് അവർ വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. ഈ റവന്യൂ മോഡൽ റിക്കറിംഗ് റവന്യൂ ആണ്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റെൻറ്റിലൊക്കെ ആണെങ്കിൽ റെൻറ്റ് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി അവർക്ക് ചാർജ് ലഭിക്കുന്നു. സോ ഇത് റിക്കറിംഗ് റവന്യൂ ആണ്. പിന്നെ അവർക്ക് റവന്യൂ കിട്ടുന്ന മറ്റൊരു മാർഗ്ഗമാണ് വാലറ്റ്, അതുപോലെ തന്നെ അതുപോലുള്ള പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, വാലറ്റ് ലോഡിങ്ങിന് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വാലറ്റ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സിംഗ് ഫീസ്, അങ്ങനെയൊക്കെ അവർ പല മാർഗ്ഗങ്ങളിലൂടെ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സിലൂടെയും വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ വരുമാനം ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു മോഡലാണ് അഡ്വർടൈസിംഗ് ആൻഡ് സ്പോൺസർഡ് ലിങ്ക്സ്. ഇപ്പോൾ ഫോൺ പേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ബ്രാൻഡുകളുടെയും ബാനർ ആഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബാനർ ആഡ്സ് അല്ലെങ്കിലും ഇപ്പോൾ ക്രെഡിലൊക്കെ നമ്മൾ വീൽസ് സ്പിൻ ചെയ്യുന്ന സമയത്ത് പല ബ്രാൻഡുകളുടെയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ആ ബ്രാൻഡിൻ്റെ പരസ്യം അവർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുമാനം ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഡാറ്റ ഇല്ലീഗലി അവർ സെല്ലൊന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളുടെ ഡാറ്റ അവർ ഉപയോഗിക്കും. ടാർഗറ്റഡ് ആഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനായിട്ട് അവർ നമ്മളുടെ ഡാറ്റ ഉപയോഗിക്കും. നമ്മളുടെ യൂസർ ബിഹേവിയറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പല പ്രൊഡക്റ്റും നമ്മളിലേക്ക് പുഷ് ചെയ്യും. ഉദാഹരണമായിട്ട് ലോൺ പ്രൊഡക്റ്റ് പുഷ് ചെയ്യും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പുഷ് ചെയ്യും. സോ ടാർഗറ്റഡ് ആഡ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, കൺവേർഷൻ റേഷ്യോ കൂടുതലായിരിക്കും. സോ യൂസർ ബിഹേവിയർ അനുസരിച്ചുള്ള ടാർഗറ്റഡ് ആഡ്സ് ആണെങ്കിൽ കൺവേർഷൻ റേറ്റ് ഹയർ ആയിരിക്കും. സോ അതിലൂടെ അവർ വരുമാനം ജനറേറ്റ് ചെയ്യും. സോ നമ്മുടെ ഡാറ്റ അവർ ഇല്ലീഗലി സെല്ല് ചെയ്യുന്നില്ലെങ്കിലും ആ ഡാറ്റ പല രീതിയിൽ ഉപയോഗിച്ച് അതിലൂടെ അവർ വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. ആദ്യമൊക്കെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും വരുന്ന സമയത്ത് അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ ബേൺ ചെയ്തുകൊണ്ട് യൂസറിനെ കൂട്ടാനായിട്ട് ക്യാഷ് ബാക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകും. അത്യാവശ്യം യൂസർ ബേസ് ആകുമ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് മറ്റ് പല പ്രൊഡക്റ്റുകളും പുഷ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ ലെൻഡിങ്, ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, മറ്റു പല ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യും. സോ ഇപ്പോൾ നിലവിൽ Paytm ഒക്കെ ആണെങ്കിലും ഫോൺ പേ ഒക്കെ ആണെങ്കിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട് അവർ വരുമാനം കൂട്ടുന്നു. ഒരു ഫൈനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഫോൺ പേയും അതുപോലെ തന്നെ Paytm ഒക്കെ ആണെങ്കിലും. അല്ലാതെ ജസ്റ്റ് ഒരു UPI പേയ്മെൻറ്റ് ആപ്പ് മാത്രമല്ല. ഇനി മുന്നോട്ടും UPI കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കുമോ? 0 MDR ആയതുകൊണ്ടാണ് നോർമൽ UPI പേയ്മെൻറ്റ് വൈഡായിട്ട് ഉപയോഗിക്കുന്നതും അതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരാത്തതും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഇൻസെൻറ്റീവ് റെഡ്യൂസ് ആയില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കൂടുതൽ റവന്യൂവിന് ഡിമാൻഡ് ചെയ്യും. സോ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ UPIയുടെ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇപ്പോൾ നിലവിൽ എന്തായാലും നോർമൽ UPI പേയ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി